ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വിഭവം ബീഫ് കറിയാണ്. ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ: ഒന്ന് മഞ്ഞൾപ്പൊടിയാണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയിട്ട് ഈ മസാലയിലേക്ക് ചേർക്കണം. ഈ കൂട്ടിലേക്ക് ഇറച്ചി വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർക്കുക. ഈ ബീഫിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇടുക. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫാണ്, നല്ല വേവുള്ള സാധനമാണ്, നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫ് നന്നായി വെന്തതിന് ശേഷം 2-3 തക്കാളി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കണം. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്ത് വറുക്കണം. തേങ്ങ ഒരു ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ തേങ്ങയിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇടണം. കുറച്ച് കറി ലീവ്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ശരിക്ക് വറുത്തെടുക്കുക. മഞ്ഞൾപ്പൊടി, കറി ലീവ്സ്, ചിരകിയ തേങ്ങ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഒരു 2-3 ഗ്രാമ്പു ചേർക്കണം. ഇങ്ങനെ ഈ തേങ്ങയുടെ ഈ കൂട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം.
ഇങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ വറുത്തരച്ചെടുത്ത തേങ്ങ നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാൻ കുറച്ച് ചീരുള്ളി അരിഞ്ഞെടുക്കുക. 1-2 ചീരുള്ളി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ചീരുള്ളി വഴറ്റുന്നതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ ഇടുക. ഇങ്ങനെ കറി ലീവ്സും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ചെറിയ ഉള്ളിയും കറി ലീവ്സും നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം ഈ ഇറച്ചിയിലേക്ക് ഒഴിക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെയുള്ള ഈ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇങ്ങനെ ബെൽ ബട്ടൺ അമർത്തിയാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. വീണ്ടും കാണാം. താങ്ക് യു.